പ്രസിദ്ധമായ മാണിക്കോത്ത് മഖാം ഉറൂസ് ഈ വരുന്ന ജനുവരി 6, 7, 8, 9, 10, 11, 12 തീയതികളിലായി നടക്കുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കുന്ന മാണിക്കോത്ത് മഖാം ഉറൂസ് 12-ാം തീയതി 10,000-ങ്ങൾക്കുള്ള അന്നദാനത്തോടു കൂടി സമാപിക്കും. 2-ാം തീയതി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ബി അബ്ദുറഹ്മാൻ ഹാജി പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ഉറൂസ് പരിപാടി കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും പ്രഭാഷകരും പങ്കെടുത്ത് പ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും അതേപോലെ തന്നെ മറ്റ് പരിപാടികളും കൊണ്ട് ധന്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ വർഷവും നടന്നു വരുന്ന മാണിക്കോത്ത് മഖാം ഉറൂസിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ കൽപ്പിക്കുന്ന മതമൂല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി 9-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് നമുക്ക് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പും ബഹുമാനപ്പെട്ട സ്വാമിജി നമ്മുടെ ഉറൂസ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈയൊരു വർത്തമാനകാല സാഹചര്യത്തിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥാവിശേഷം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാണിക്കോത്ത് ഉറൂസ് കമ്മിറ്റി എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നത്. കഴിഞ്ഞ വർഷവും നമുക്ക് ഇത്തരത്തിലുള്ള കാഷായ വസ്ത്രം ധരിച്ച് കേരളത്തിനകത്തും പുറത്തും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സ്വാമിജിമാരും അതോടൊപ്പം തന്നെ ഇതര മതസ്ഥരും നമ്മുടെ തൊട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മടിയങ്കൂലവും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ പങ്കെടുത്ത ഇത്തരത്തിലുള്ള സദസ്സ്, സൗഹൃദ സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് ഈ വർഷവും നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ വർഷം നമുക്ക് കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് സയ്യിദ് മഹ്റൂഫ് മദനി അൽ ജിഫ്രി കല്ലടിക്കോട് തങ്ങളാണ്. അതേപോലെ തന്നെ മഹനീയ സാന്നിധ്യമായി അബീബ് ഗോയത്തങ്ങൾ അൽ ബുഖാരി പൊന്മുണ്ടവും സമാപന ദിവസം നമ്മുടെ ഉറൂസ് പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ ഈ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവറുകളാണ്. അങ്ങനെ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന, അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ വർത്തമാനകാല സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ആത്മീയതയിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മതപ്രഭാഷണങ്ങളും കൊണ്ട് ഉറൂസ് ധന്യമാകും. ഈ പരിപാടിയിൽ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും സഹായവും അഭ്യർത്ഥിക്കുകയാണ്. 12-ാം തീയതി ളുഹുർ നമസ്കാരാനന്തരം മൗലീദ് പാരായണവും അസർ നമസ്കാര ശേഷം 10,000-ങ്ങൾക്കുള്ള അന്നദാനത്തോടുകൂടി നമ്മുടെ പരിശുദ്ധമായ ഖാദി ഹസൈൻ നബറല്ലാഹു മർക്കദഹു അവരുടെ പേരിലുള്ള ഈ വർഷത്തെ ഉറൂസിന് പരിസമാപ്തി കുറിക്കും.